മെറ്റലാണ്ടോ നോക്കട്ടെ, ഇരുമ്പ് പിടിക്കുമ്പോൾ നോക്കുന്നത്. ഹായ്, ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പോ തിങ്കളാഴ്ചയാണ് വിഷു. അപ്പോ എല്ലാവർക്കും ഇപ്പളേ ഹാപ്പി വിഷു. പിന്നെ ഇന്ന് കാര്യപ്പെട്ട ഒരു പരിപാടി ഉണ്ട്. മക്കൾ ഇന്നലക്ക് സൗകര്യം തന്നില്ല. ഷോപ്പിൽ നിന്ന് വിളിയാത് വേമ്പാപ്പേന്ന്. എന്താ കാര്യം എന്നല്ലേ? എന്താ കാര്യം? ഞാനു അതെ വെച്ചു. എന്താ അൺബോക്സിങ്? അതെവാ പടക്കം അൺബോക്സിംഗ് ആണ് ഇന്ന്. അപ്പൊ നമ്മള് തിഞ്ഞാന്ന് പോയിട്ട് പടക്കം വാങ്ങിന്. അപ്പോ തന്നെ എടുക്കാണ്ട് അടുത്തന്നെ വെച്ചു കേട്ടോ. ഓപ്പൺ ആക്കാണ്ട് സമയം ഉണ്ടായിട്ടില്ല. അപ്പൊ ഇന്നാണ് ഒരു സമയം കിട്ടിയേ. അവളെ പാവ എന്റെ മോളിതൊന്നും അറിയില്ല കേട്ടാ. മോള് വലുതാവും പഠിപ്പിക്കുക അല്ലെ? ചേച്ചി പറഞ്ഞൊരു അൺബോക്സിംഗ് ആണ് അല്ല, ഇപ്പൊ കാണാല്ല അൺബോക്സിംഗ് എന്നത് കേട്ടാ. പപ്പി ഇപ്പൊ കാണിച്ചു തരാം അൺബോക്സിംഗ്. അതിന്റെ നമ്മളെ ദേവൂട്ടിന് ചെറിയൊരു പനിയുണ്ട്. അപ്പൊ അതിന്റെ ഒരു ക്ഷീണമുണ്ട്. മോന് കിട്ടിയ പോലെ ഉള്ളി ഇപ്പൊ നോക്കുമ്പോഴത്തേക്ക് അല്ലേ ദേവാ? അല്ലേ ഇപ്പൊ ഉഷാറായില്ല മോനെ? എന്ത് ചൂടോറോട്ട്. അപ്പൊ നാളെ വിഷുവിന് പനി മാറുന്നതായിരിക്കുന്നത്. ഒരു ഡോസ് കൊടുത്തിട്ടുണ്ടല്ലോ. ഉച്ചക്ക് ഒരു ഡോസ് കൊടുത്ത് ഇപ്പൊ ഒരു ഡോസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നാളത്തേക്ക് പനി മാറുന്നു അല്ലേ പറഞ്ഞ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാനു, എന്നാ പിന്നെ നമുക്ക് അൺബോക്സിംഗിലേക്ക് പോലെ. ഓക്കെ, സംഗതി കണ്ട എടുത്തിട്ട് ഉണ്ട് വാങ്ങി വെച്ച സാധനം. ഇതെല്ലാം നല്ല ഭദ്രമായിട്ട് കെട്ടിയതാണേ. ഇവര് ഇന്നലെ മുതലേ തോണ്ടാൻ തുടങ്ങിയത്. എന്തെല്ലാം നോക്കിയിട്ട് അങ്ങനെ തോണ്ടിയതാ. ഈ ഒരു പരിവായിട്ടുണ്ട്. അപ്പൊ മമ്മി ഇതരത്തിന് മേലെ മിറ്റത്ത് പോലെ. അപ്പൊ മിറ്റത്ത് നിന്നാക്കാം നമുക്ക് അൺബോക്സിങ്. ഓക്കെ, പൊട്ടൊന്നുമില്ലടാ, തീയിട്ടല്ലേ പൊട്ടുള്ളൂ. അമ്മ നിൽക്കാവുക. അപ്പൊ സംഗതി നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അത് മാറടാ. ഓക്കെ, അപ്പൊ മിറ്റത്താണ് വിശാലമായ സൗകര്യം. അപ്പൊ ഇവിടെ അത്യാവശ്യം ലൈറ്റിംഗ് പരിപാടിയെല്ലാം ഞാൻ ആക്കിയിട്ടുണ്ട്. ലൈറ്റിനോട് ഇതാ സ്പെഷ്യൽ സാധനം. ഓക്കെ, റെഡി? പോരാ മമ്മി, ലൈറ്റ് പോരാ. എന്നാല് അൺബോക്സിങ് തുടങ്ങിക്കോളൂ ജാനു. എന്നാ പിന്നെ ആദ്യം തുടങ്ങിക്കോ, മോള് തന്നെ എടുക്കാൻ തുടങ്ങിക്കോ. അപ്പൊ ഇത് ഫസ്റ്റ് കമ്പിത്തിരിയാണ്. ഇതെല്ലാവർക്കും അറിയുന്ന സാധനം തന്നെ അല്ലേ? നല്ല ഏറ്റവും നീട്ടമുള്ള കമ്പിത്തിരിയാണെന്ന് പറഞ്ഞിട്ട് നല്ല വലിപ്പുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇത് വാങ്ങിന് എനിക്ക് ഓർമ്മയില്ല. അത് അതിന്റെ കവർ പൊളിച്ചാൽ ഈ കൊലത്തിലാ ഉള്ളത്. അടുത്ത് കണ്ടേ, ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ കമ്പിത്തിരി. ഇതിന്റെ അകത്തുള്ള ഫോട്ടോ കണ്ടാ നല്ല, അത് കാണാൻ തന്നെ ഭയങ്കര രസമുണ്ട്. ക്യൂട്ട് ഫോട്ടോ. അപ്പൊ ഇതാ നമ്മള് സെൽഫി സ്റ്റിക്കാന്നാ പറയുന്നത്. എങ്ങനെയാ ഇതിന്റെ അവസ്ഥ നോക്കട്ടെ. ഇത് പേടിയാണ്. ഇത് മോളിന്ന് പൊട്ടോ താഴ്ന്നു പൊട്ടോ ഒന്നും തിരിയുന്നില്ല. ഇവിടെ എന്തോ ഒരു സാധനം കാണുന്നുണ്ട്. ഇത് വന്നോ? അച്ചൂട്ടാ പേടിക്കാറുന്നില്ല. വാ. ഓ, ഇത് ഫോട്ടോ എടുക്കൽ പരിപാടി കേട്ടാ. ഓ, ഇത് മറ്റേതുപോലെ തന്നെ ആ കുഞ്ഞില്ലേ ഒന്ന്. ഇത് അടുത്ത് നോക്കിയാ സാധനം. ഞാൻ എന്നോട് വായിക്കോ. വാട്ടർ ക്യൂൻ. വാട്ടർ ക്യൂനാണ്. ഓ, ഇത് നല്ല പുക്കിറ്റ് പോലെ ഇങ്ങനെ പോതാ. ഈ ചിത്രത്തിൽ കാണുന്ന സാധനം തന്നെയാണ് കേട്ടോ. ഇത് മറ്റേത് നമ്മള് കല്യാണത്തിനെല്ലാം ഉണ്ടാകുന്ന സാധനല്ലേ അത്. ഇത് ലാസ്റ്റ് ബയ്യ കത്തിക്കുക. അതെല്ലാം ഓരോന്നോരോന്ന് കാണിക്കാം. അതാ നല്ലത്. കത്തിക്കലും പിടിക്കലും എല്ലാം ഒരുമിച്ചാക്കിയല്ല അൺബോക്സിംഗ് തീരൂല. ഇത് നോക്കിയാട്ടെ നിലച്ചക്കറാണ്. ഇത് നിലച്ചക്കര എല്ലാവർക്കും അറിയുന്ന നിലച്ചക്കര. പിന്നെ ഇതറിയാല, ഇത് മയിലാണ്. ഇത് വീഡിയോയിൽ തീ കൊടുക്കണ്ട. ഇത് അടിപൊളി സാധനമാണ്. ഇത് ഗംഭീരാണ്. വീഡിയോ കാണിച്ചിട്ട് ഇങ്ങനെ പൂന്നായിട്ട്. ഇതിന്റെ വീഡിയോ എന്തായാലും നല്ല വൃത്തിക്ക് കാണിച്ചു തരാം. പക്ഷെ മുന്നേ ചെറുതല്ലേ ഉണ്ടാവല്? ചെറുതാവുള്ളൂ. ഇതിപ്പോ വലുതല്ല. അടുത്തത് ഇതാ ജാമ്പൂട്ടിന് എടുക്കുന്നുണ്ട്. ഓ, ഇത് പൂക്കുറ്റീനെ ഭയങ്കര പറയും ചേട്ടാ. ഇത് നോക്കിയേട്ടാ, ഇതുപോലെ ഭയങ്കര കളറായിട്ട് വരുന്ന പൂക്കുറ്റി തന്നെയാണ്. ഇതിനകത്ത് 1 2 3 4 5 ഉണ്ട് കേട്ടാ. വലുതാണ് സാധനം. ഇത് കത്തുമ്പോ ടോപ്പായിരിക്കും. ഇത് കണ്ട റെഡ് ടൊമാറ്റോ ഫൗണ്ടൈൻ. ടൊമാറ്റോ ഫൗണ്ടൈൻ എന്താന്നറിയില്ല. സംഗതി പൂക്കുറ്റിയാണോ പൊട്ടുന്നയാണോ ഒന്നും പിടുത്തില്ല. ലാസ്റ്റ് നോക്കാം നമുക്ക്. അത് അച്ചൂട്ടന്റെ വക. ഓ, ഇത് ആംഗ്രി ബേർഡ് സംഗതി ഇതാ കേട്ടോ. പൂക്കുറ്റി പോലെ തന്നെയുള്ള പൊന്തുന്നത്. പക്ഷെ അതിന്റെ വേറെ വെറൈറ്റി, ചതുരത്തിലുള്ളൊരു വെറൈറ്റി. അടുത്തടുത്ത് ജാമ്പോ. യെസ്, യെല്ലോ ലെമൺ. സാധാരണ മുമ്പലുണ്ടല്ല മറ്റേ കരടീന്റെയും മറ്റേ അതാണ് കിങ് കോങ്ങിന്റെ എല്ലാം ഉണ്ടാവല്. ഇപ്പൊ നോക്കിട്ടെ നല്ല ഓറഞ്ച്, തക്കാളി പറയും. കുട്ടികളെ ഇതാക്കാൻ പറ്റുള്ള പരിപാടി അത് കേട്ടാ. യെല്ലോ ലെമൺ ഫ്രൂട്ട് എന്ന സാധനം തിന്നണ്ടതാ.
ഇത് എന്നാന്നൊരു പിടുത്തിട്ടുണ്ട് പൂക്കിറ്റ് പോലെയാണ് കേട്ടോ. മോള് പോയി പൊട്ടേണ്ട സാധനം തന്നെയാണ്. എല്ലാം ഇങ്ങനെ കുറ്റി കുറ്റി പോലെ തന്നെയാണല്ലോ ഉള്ളത്. ഇതറിയാലോ നമ്മുടെ ദേശീയ പാവങ്ങളുടെ കോയ. പണ്ടേ ഉള്ള നമ്മളെടുത്ത് കോയ എന്ന് പറയും, കാന്താരി എന്ന് പറയും, ചാടി പൊട്ടിക്കുന്ന സാധനം. പിന്നെ ഏതാ ഞാൻ പോവും മോക്ക് മനസ്സിലായി ഏതാണ്? ഇതെന്നാടാ കോക്കനട്ടാ? ഇതിന്റെ അകത്ത് ക്രീമി ഫേഷ്യൽ കിറ്റാണ്. ഇപ്പൊ കണ്ട ഒരു മുയലിന്റെ ചിത്രം. എന്താ സാധനം എന്നുള്ളത് തിന്നണ്ട സാധനം പോലെ ഉണ്ട് കേട്ടോ കാണുമ്പോ. എന്തായാലും ഈ തേങ്ങ ഒന്ന് പൊളിച്ചു നോക്കിട്ട് തന്നെ വായിക്കാരും കേട്ടാ. ഇതിന്റെ ഉള്ളിൽ എന്താന്നുള്ളത് കാണിച്ചുതരാം. ഓ ഇതാ സംഗതി ഇതേണ്ട, ഇത് പൂക്കറ്റ് പോലെ തന്നെ കേട്ടാ. എന്തിനാ ഇതിന് തേങ്ങന്റെ ചിത്രം വെച്ചെന്ന് ഇതൊരു ഒരു പിടുത്തം കിട്ടിയില്ല. ഇനി അടുത്തെടുത്തു. ഇത് അച്ചൂട്ടം കൊണ്ടുവരേണ്ട അടുത്തത് സാധനോ നോക്കട്ടെ. കണ്ടേ ഇത് മറ്റേ ഗുഡാണ്. ഇത് കത്തിച്ചിട്ട് മോള് പോയിട്ട് ഠോ പൊട്ടുന്ന സാധനം. അയ്യോ ഇത് ചാട്ടവാറ് കേട്ടാ. ഇത് നമ്മളെ ദേശീയ ചാട്ടവാർ. ദേശീയ ചാട്ടവാറ്, ദേശീയ പക്ഷി. ഇതുണ്ടെങ്കിലുണ്ടല്ല നമുക്ക് അല്ലെ കത്തിക്കുക. ഇതിനെ കൊണ്ടാണ് ഇതാകുമ്പോ കുട്ടികൾക്ക് പേടിക്കും വേണ്ട, കുറെ സമയം കത്തും. നിലച്ചക്കളും ഇവര് പേടിയില്ലാണ്ട് പൊട്ടിക്കുന്ന കത്തിക്കുന്ന ഒരു സാധനം ഇത്. അപ്പൊ ഇത് നമുക്ക് ആദ്യം മുതൽ അവസാനം വരെ പോലെയാണ്. ഇതും കമ്പിത്തിരി. കമ്പിത്തിരി ഇല്ലെങ്കിൽ കുഴപ്പമില്ല മമ്മി. ഇതിനെ കൊണ്ട് നമുക്ക് കൊടുത്തപ്പോ കാന്താരി അച്ചൂട്ട് എടുത്തിരുന്നു. ഇതും പൂക്കിട്ട് കേട്ടാ. ലോലിപ്പോപ്പാ. ഇത് കളറ് കളറായിട്ട് വരുന്ന സാധനം കേട്ടാ. മുട്ടായിന്റെ പേരാ. ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞ നമ്മളെ ഒരു ചങ്ങാതിന്റെ കടയിലെ പോയ ഓറ് നടന്ന് എന്താ പറയാ, നമ്മുടെ ഒരുപാട് വെറൈറ്റി ഉണ്ട് വെച്ചിട്ട് ഓരോന്നോരോന്ന് എടുത്തെടുത്ത് നോക്കുമ്പോഴത്തേക്ക് കുറെ അധികം. പിന്നെ ഒരു കാര്യം ഇത്രപ്പാട് വാങ്ങിയെന്നറിയാവുക, ഇത് ഞാൻ മാത്രമല്ല പൊട്ടിക്കുക. നമ്മളെ വിഷുവിന്റെ അന്ന് ഷോപ്പിലെ സ്റ്റാഫ് എല്ലാം കൂടി വരും. എല്ലാരും കൂടി പൊട്ടിച്ചും കത്തിച്ചങ്ങ് തീർക്കലാണ് എല്ലാ കൊല്ലത്തെയും പരിപാടി. അപ്പൊ ഇക്കൊല്ലവും മിക്കവാറും എല്ലാരും വരുന്ന പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ ഇത് നിമിഷ നേരം കൊണ്ട് തീരും കേട്ടാ. അതാണ് ഇത്രപ്പാട് വാങ്ങിയ കാരണം. ഷോപ്പിലെ സ്റ്റാഫിനൊന്നും അങ്ങനെ പൊടിയൊന്നും വാങ്ങില്ല. അവര് പിന്നെ വീട്ടിൽ ഒറ്റയ്ക്ക് അങ്ങനെ പൊട്ടിക്കണ്ട. അപ്പൊ നമ്മളെല്ലാരും കൂടി വീടിന് ഒത്തുകൂടി പൊട്ടിച്ച് ലഹളയാക്കലാണ് നമ്മളെ പരിപാടി. ഇതെന്താ പറയാ, ഓ ഇതാ മോനെ സ്പെഷ്യൽ സാധനം. ഇത് കാണിച്ചേ പറ്റൂ കേട്ടോ. ശ്രദ്ധ നോക്കിട്ട മക്കൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് വാങ്ങിയ ഗണ്ണ്. എന്തായാലും ഗണ്ണ് നമുക്ക് പൊളിക്കാം. ഗണ്ണ് അടിപൊളിയാണ് കേട്ടാ. ഇത് അതിന്റെ വെടിയുണ്ടാട്ടാ. നമ്മളെ വെടിയുണ്ടാടെ വെക്കാൻ. ഇത് ഇതിന്റെ ഉള്ളിട്ട് പൊട്ടി. ഇത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എന്നാലും സ്തുതിക്കറിയോ ഇത്? എനിക്കറിയില്ല. ഇത് വേറെ എന്തോ സാധനമാണ്. ഒരു ചാൻസും ഇല്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം. കുറച്ച് ദൂരെ വെച്ച് പൊട്ടിച്ചോ. ഇത് ഇങ്ങോട്ട് തൊട്ടിക്കണേ. ഇത് തീപ്പാറും പാറയിട്ടല്ല മൊത്തം തീരും. നല്ല സൗണ്ടും ഉണ്ടാവേ. ഇങ്ങനെ ഈൻ്റെ ഉള്ളിട്ടിട്ട് ഇവിടെ ലോക്ക്. ഇനിയാണ് പൊട്ടിക്കൽ. ഓക്കെ ഇനി നീ ഇതുവരെ പോയി റെഡിയല്ല? ഇല്ല സാധാ ക്യാപ്സിന്റെ ഒച്ച മതി. ഇതിലുള്ളത് പുക വരുന്നുണ്ട്. അത്രേ ഉള്ളൂ. ഇത് നോക്കിയാട്ടാ, സാധനം പൂക്കിറ്റില്ല കേട്ടാ. പൂക്കിറ്റിന്റെ വെല്ലാള്. അയ്യോ ഇതെന്നാന്നോളി. ഇത് മോള് പോയിട്ട് പൊട്ടുന്ന സാധനം കേട്ടാ. അല്ല പൂക്കിറ്റാണല്ലേ. ചിത്രം പൂക്കിറ്റാന്ന് കണ്ടുപിടിച്ച്. നോട്ട് ചെയ്തിട്ടല്ലേ പപ്പ പറഞ്ഞു കേട്ടാ. എല്ലാം നല്ല വെയിറ്റ് ഉണ്ടായ സാധനം. ഇത് നല്ല പൊട്ടായിരിക്കും മിക്കവാറും. അടുത്തത് മോനെ സാധനം. ഇതറിയാലോ, ചടപട പൊട്ടുന്ന കോയാണ്. ഇതെത്ര 600ന്റെ കോയ. ഇത് മാലപ്പടക്കല്ലേ? ഇത് മാലപ്പടക്കല്ല. നോക്കട്ടെ അച്ചൂടെ ഇതെന്നാ പറഞ്ഞാട്ടെ. പറയാ സംഗതി ഉണ്ടല്ലോ. ഇത് എളുപ്പ സാധനം കേട്ടാ. എലുവാണെങ്കില് 1 വിട്ട് 2 വിട്ട് വിടണം. എടിങ്ങും പായി. ഇതാകുമ്പോഴല്ല ഒന്ന് തീ കൊളുത്തിയാൽ മോള് പോയിട്ട് ചറപറാതങ്ങൾ പൊട്ടിക്കോളൂ. ഒരു അച്ചുവിന്റെ ശരി എന്നാ കുഞ്ഞച്ചൂന്റെ ആദ്യം നോക്കേ. ഒരു മിനിറ്റ്. ഇത് എന്നാ സാധനം എന്നുള്ളത് ഇപ്പൊ പൊളിച്ച് കാണിച്ചു തരാം. ഇതൊന്നുമില്ല, മാലപ്പടക്കം കേട്ടാ. ഇത് 600ന്റെ മാലപ്പടക്ക. ഓരോ ആടെ 1000ന്റെ 2000ന്റെ 10,000 ആണോ? ഞാൻ പറഞ്ഞ എന്തിനാ അതിന്റെ എല്ലാം ആവശ്യമില്ല. ഇതാകുമ്പോ ഇങ്ങനത്തെ ഒരു 2 എണ്ണം വാങ്ങിനി. ഇതാകുമ്പോ ഒന്ന് രാത്രി പൊട്ടിക്കാൻ സെറ്റ്. എടാ ഇതൊന്നും മഞ്ചിന്റെ ബോക്സ് പോലെ ഉണ്ടല്ലോ. ഗുണ്ട് ഇതല്ല സാധനം പൂക്കിറ്റ്. ഇതാണെന്ന് ഞാൻ ചോദിച്ചത്. ഇത് കുറച്ച് നല്ല വെയിറ്റ് ഉണ്ട്. ഇതിനുള്ളത് മെറ്റലാണ്ടോ നോക്കട്ടാ. ഇരുമ്പ് പിടിക്കുമ്പോൾ നല്ല വെയിറ്റ് ഉണ്ട്. ഇത് മറ്റേ സ്റ്റീൽ ബോംബ ടൈപ്പ്. ഈടെ അവന് തീ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഭയങ്കര സ്റ്റൈലില് കളറായിട്ട് പോകുന്ന സാധനം കേട്ടെ.
അപ്പോൾ ഇതെല്ലാം സേഫ്റ്റിയിൽ വെക്കാം. അഥവാ കൈമന്ന് വീണ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ കതിരൂർന്നാ വാങ്ങി അവിടെ എല്ലാം ബോംബിന്റെ ഏരിയ ആണ്. പൊട്ടി മാറിപ്പോയതെങ്കിൽ ഇത് നോക്കിട്ടെ ബാലാജി നോക്കിട്ടാ നമ്മളെ സാധാ പേടേന്റെ എല്ലാം ബേക്കോലുണ്ട് കാണാൻ പറ്റിയിട്ടില്ല ദേവാ. അരിപ്പേടേന്റെ ബേക്കോല സത്യം പറഞ്ഞ നിന്ന് തളർന്നു കേട്ടാ. അതാണ് എല്ലാരും ഇരുന്നത് അല്ലേ ജാമ്പു? എടുത്ത് കത്തി എടുത്തു. നമുക്കിത് പൊളിച്ചു നോക്കാല. ഇത് ഇതാ മോളിൽ പോയിട്ട് പൊട്ടുന്നട്ടാ. ട്രീ പോലെ മോളിൽ ഇങ്ങനെ പോയിട്ട് പൊട്ടുന്ന സാധനം തന്നെയാണ് ഇത് കേട്ടാ. മനസ്സിലായിട്ടാ എങ്ങനെ പറഞ്ഞട്ടെ? മരം പോലെ അല്ല, മോളിൽ പോയിട്ട് ഇങ്ങനെ അത് പപ്പ കാണിച്ചു തരാം. പൊട്ടിക്കുമ്പോ കാണിച്ചു തരാം. ഇനി ആരതാ പൊളിക്കണ്ടേ, ആരതാ നോക്കണ്ടേ? മോനിതാണ് അപ്പം അതാ ഇത് കൂടി നോക്കിയിട്ട് ഏച്ചിന്റെ. ഓക്കെ എൻ്റെ അമ്മോ. ഇനി ആദ്യം അച്ഛൻ്റെ നോക്കില്ല, ഇനി ഏച്ചി നോക്കാം. ഓക്കെ മമ്മി അങ്ങനല്ല വേണ്ടേ? നോക്കട്ടെ. ഇത് നോക്കിയിട്ട് അച്ഛൻ്റെ ഇത് കഴിഞ്ഞോടെ അച്ഛൻ്റെ ആണേ. ഏകദേശം ഒരുപോലെ തന്നെ ഉണ്ട് കാണുമ്പോ ഉണ്ടല്ല ഒരേ വണ്ണം, പക്ഷെ കളറെല്ലാം വ്യത്യാസമാണ്. അപ്പൊ ഓരോന്ന് വെച്ചാല് ഓരോന്നോരോ കളറ്, പിന്നെ പൊട്ടുന്നത്, പിന്നെ ചടപടേ ചൈനീസ് അങ്ങനത്തെല്ലാം. ഇതൊക്കെ ഒന്നുണ്ടല്ല മോള് പോയിട്ട് ഇങ്ങനെ പിരിവിരിയാവുന്ന സാധനമല്ലേ, ചെറുങ്ങനെ പിരിവിരിയാവുന്ന അതാന്ന് തോന്നുന്നു കാണുമ്പോ. ഏതായാലും പൊട്ടിക്കുമ്പോൾ തിരിയുന്നതായിരിക്കും. അപ്പൊ ഇത് അടുത്ത് നോക്കിയാട്ടെ നമ്മളെ നിലച്ചക്രമാണ്. ഇതാ ഇവിടെ നിലച്ചക്രം ഭയങ്കര വെറൈറ്റി ആട്ടാ. നമ്മളെ സാധാ നിലച്ചക്രല്ലേ നോക്കിട്ടെ ശരി. എന്തോ ചുറ്റി ചെളിനുള്ളിൽ നിലച്ചക്രം ഇതിന്റെ മുകളിൽ തിരിയൂ പടക്കത്തിൽ. ഇതെന്തോ അടിപൊളി സാധനമാണ്, ഭയങ്കര കളർഫുൾ ആവാൻ ചാൻസ് ഉണ്ട്. അച്ചൂടെ തന്നെ ജാനു തന്നെയാ, ജാൻചുട്ടി തന്നെയാണേ. നോക്കിയട്ടെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സാധനം കേട്ടാ. ആ ചെറിയ ഇത്രയുള്ള സാധനം ചെറിയ തിരിയായിട്ട് ഇങ്ങനെ കത്തിച്ചിങ്ങ് ചാടുമ്പോൾ ചടപടേ പൊട്ടുന്നില്ലേ, കുറേ എണ്ണം പൊട്ടുന്ന ആ സാധനമാണ് ഈ സാധനം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം കേട്ടാ. കൈമ തൊട്ടതൊന്നും ആവൂല ആ സാധനം. ഇതാ എൻ്റെ അച്ചൂട്ടൻ്റെ സാധനം. ഓ ഇത് കമ്പിത്തിരി കേട്ടാ. അപ്പൊ നമ്മളെ സംഗതി ഇത് ഏതാണ്ട് തീരാനായിന്. ഇതാ തീർന്നപാട് നമ്മൾ തുടങ്ങുന്നില്ല ഞാനും കത്തിക്കലും പൊട്ടിക്കലും. അതല്ലേ ഇത് മറ്റേ ഇതാണ് കേട്ടാ മാലപ്പടക്കം. അതാമേ കോയ കാന്താരി 3 പാക്ക് വാങ്ങിനട്ടാ. അത് അപ്പുറത്ത് ഇപ്പുറത്തെല്ലാം കുട്ടികളെ പൊട്ടിക്കാൻ പറ്റും. അപ്പൊ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാന്താരി വാങ്ങിന്. പിന്നെ കത്തുന്നെല്ലാം കുറച്ച് അധികം വാങ്ങിയത് ഞാൻ പറഞ്ഞേ. നമ്മളെ ചുറ്റുപാട് ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ പൊട്ടിക്കുന്ന വെച്ചാട്ട് എല്ലാവരും വരും. പിന്നെ ഇവിടുന്ന് എന്താ പറയണ്ടേ ലഹള. ഇതാ വീണ്ടും ഒരു കാന്താരി, പിന്നെ ഇതാ കമ്പിത്തിരി. ഓ സംഗതി കഴിഞ്ഞല്ലേ. ഇത് നിലച്ചക്കർ, നേരത്തെ വെറൈറ്റി നിലച്ചക്കറും ഉണ്ട്. പിന്നെന്താ അതാ നമ്മളെ ചാക്കിതാ തീർന്നോട്ടാ. ഓക്കെ മക്കളെ ഇതാ തോക്ക് കണ്ട. രണ്ടാമത്തെ തോക്ക്, മൂന്നാമത്തെ തോക്ക്, 3 തോക്ക് വാങ്ങിനെ. ഇതുണ്ടല്ല നമ്മള് വിഷു കഴിഞ്ഞിട്ട് പൊട്ടിക്കലോ അമ്മേ. വിഷു കഴിഞ്ഞിട്ട് എന്താ പറയാ എന്തായാലും ബാക്കിയുണ്ടാവും. അപ്പൊ എന്നാ രാത്രി ആകുമ്പോൾ മക്കളൊരു പപ്പയെ നമുക്ക് പൊട്ടിക്കാന്ന് പറയുമ്പോ ഞാൻ അടുത്തിട്ട് പൊട്ടിക്കലിന് നമ്മളെ പണി. മുമ്പ് നമ്മളെ വീട്ടിൽ ഇത്ര സൗകര്യം ഉണ്ടായില്ലല്ലോ ചെറുതല്ലേ. അപ്പൊ ഇപ്പൊ വലുതാക്കിയോണ്ട് വലുതാക്കിയോണ്ട് ഇപ്പൊ വിശാലമായിട്ട് പൊട്ടിക്ക കത്തിക്ക കളിക്കല്ലേ ജാമ്പോ. അടിപൊളിയാക്കും നമ്മള്. ഓക്കെ എന്നാ പിന്നെ പോയി വെടിയുണ്ടെല്ലാം എടുത്ത് വെച്ചോ ക്ലിയർ ആയിട്ട്. എന്നാ പിന്നെ അടുത്തത് നമുക്ക് ഓരോന്നോരോ പൊട്ടിക്കേണ്ട പരിപാടി നോക്കാം. ഇത് കുറച്ച് കത്തിക്കല മമ്മി, മുഴുവൻ പൊട്ടിക്കണ്ട. നാളെ ഫുൾ പൊട്ടിക്കുന്ന വീഡിയോ നാളെ കാണിക്കാം. ഇന്ന് നമുക്ക് ഏതായാലും കുറച്ച് കത്തിച്ചിട്ട് നോക്കാം. അതായത് നമുക്ക് പരിചയമില്ലാത്ത സാധനം കത്തിക്കല്ലോ മമ്മി. കുറച്ച് ഐറ്റംസ് എടുത്താൽ മതി അല്ലേ. 3 ആള് 3 ഐറ്റം എടുക്കും. അതിൽ ഓരോന്ന് മാത്രം പൊട്ടിക്കാം. അല്ല ഇന്ന് മമ്മീന്റെ വഴിക്ക് ഒന്നെടുത്തോ പപ്പേന്റെ വഴിക്ക് ഒന്നെടുക്കാം. എല്ലാത്തിനും ഓരോന്ന് എല്ലാവർക്കും ഏതാ വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. അപ്പൊ മോളിതാ കമ്പിത്തിരിയ ആ ബെസ്റ്റ്. അച്ഛനേത് ഇഷ്ടായേ? ഓറഞ്ച് അച്ഛൻ എടുത്തിട്ടുണ്ട്. മമ്മി ഇതാന്ന് എടുത്തേ. ആ ദേവട്ടിന് ആ വെറൈറ്റി നിലച്ചക്രം സുധി നിലച്ചക്രം അത് നോക്കാം അല്ല എന്നാല്. അപ്പൊ പപ്പ ഏതാ നോക്കണ്ടേ? പപ്പ നേരത്തെ ഏതോ ഒന്ന് കണ്ടു വെച്ചിട്ടാ. ഒരു 6 സാധനം ഉണ്ടായിരുന്നല്ല. അതെല്ലാം വെയിറ്റ് ഉള്ള ഇതന്നെ സ്റ്റീൽ ബോംബ്. പൊട്ടിക്കണ്ട. ഇതൊരു 1.5 സാധനം. എന്തോ വെയിറ്റ് ഇത് പറഞ്ഞതില്ല കൈമല്. നല്ല തൂക്കമുണ്ട് സാധനം. അത് കല്ല് പോലത്തെ ഒരു സാധനം. ആദ്യം ജാമ്പുവിന്റെ കമ്പിത്തിരി ഇതാ വയ്ക്കട്ടെ. കമ്പിത്തിരി വയ്ക്കട്ടെ. പണ്ട് സ്കൂളിൽ മാഷടിക്കാൻ ജാമ്പിന്റെ വണ്ണുണ്ടത്, ജാമ്പിന്റെ നീളം ഉണ്ടല്ലേ. നോക്കട്ടെ സൈഡ് ജാമ്പി. അച്ഛൻ്റെ അത്ര ഇട്ടിട്ടല്ലേ സാധനം. ഇത് എല്ലാരും സ്റ്റാച്ചു ആയിട്ടുണ്ട് കത്തുന്ന കാണാൻ വേണ്ടിട്ട്. ഇത് വലിയ പ്രകാശത്തില്ല കേട്ടാ. സാധാ ഇതുപോലെ തന്നെ ഉള്ളൂ. അച്ഛനെ പോയിക്കാ. അപ്പൊ അച്ഛന്റെ യെല്ലോ പോകുന്നുണ്ടാ. നല്ല സുന്ദരം
എങ്ങനെയുണ്ട് അച്ഛന്റെ അടിപൊളി. അടുത്തതാ മമ്മീന്റെ പൂക്കിറ്റാന്ന് കത്തിക്കാൻ പോകുന്നത് കണ്ടോളൂ. അച്ഛൻ ഇങ്ങോട്ട് പാടി. അടിപൊളിയല്ലേ? അന്റെ ചെടി ഉണ്ടല്ലോ എല്ലാം എന്റെ വേത്തുമായി. അടുത്തത് ആ ദേവൂട്ടിന്റെ നിലച്ചക്കറാണ്. ദേവൂട്ടാ എത്തിക്കട്ടാ. ഓക്കേ ആളെ പഠിപ്പിക്കുന്നതാണടാ എന്റെ പൊട്ടോ. എന്താ ദേവൂട്ടാ അത് 3 വട്ടം ചും 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 കഴിഞ്ഞു. ഹൈ സ്പീഡ് അല്ലേ? ആ സ്പീഡിലൊരു പൊക്കാണ്. സത്യം പറയല്ല, കുഞ്ഞി കമ്പിത്തിന് ലാഭം കേട്ടാ. ആ ഒന്നിനടക്കൊന്നും നല്ല പൈസ ഉണ്ട്. ഇതാകുമ്പോ വലിയ പൈസ ഇല്ല, എന്നാലോ ഒരുപാട് സാധനങ്ങൾ കത്തിക്കാം നമുക്ക്. പൂക്കിന്റെയും കാര്യമല്ല ചെറുതായി പോയാ മക്കൾക്കല്ല അത്ര പോരെ. അപ്പൊ ഇതാ ലാസ്റ്റ് പപ്പേന്റെ സെലക്ഷനാ ഗുണ്ട്. ഇത് പൊട്ടൂല, കത്തലാന്നാ പറഞ്ഞത്. പൊട്ടിയിട്ടുണ്ടെങ്കിൽ കണക്കുന്നേ. അപ്പൊ ഇതാ ഗുണ്ടുമണിക്ക് തീ കൊടുക്കാൻ പോന്നു. ദൂരം അയ്യോ ഇതാ ഇതിക്ക് വളരെ റിസ്ക് ഏറിയ ഒരു കാര്യം ജാമ്പു പപ്പയോട് പറഞ്ഞു. എന്നാ പോവാ സതി പപ്പേ അനക്കിതൊന്ന് കത്തിച്ചെന്നോ മതി, ഞാൻ പിടിച്ചോളും. കത്തിക്കല് പപ്പ കത്തിക്കുന്നു. കൊറേ സമയം അച്ഛന് കത്തിക്കാൻ കഴിയാ? രണ്ടിനും പേടി പപ്പ കത്തിച്ച. മക്കള് കഴിഞ്ഞ പോലെ കത്തിച്ചോ അല്ലേ? ഇക്കൊല്ലം പിന്നെ സ്റ്റാർട്ടിങ് ആണ്ടാന്നേ. ഇനി മെല്ലെ മെല്ലെ ശരിയാവും. പേടി നോക്കിട്ടെ. ദൂരെ പിടി പേടി മാറിയാ. ഒരു സാധനം ഒന്ന് പൊട്ടിക്കാന്ന്. ഇതണ്ട ഇനി സ്റ്റാൻഡൊക്കെ ഉണ്ടാ. മോളിൽ പോയി പൊട്ടുന്ന ഞാൻ തോന്നുന്നു. അതാടാ മോളിൽ പോയിട്ട് ഒന്നിപ്പൊ പൊട്ടുന്നോട്ടോ. അച്ഛന് പേടിയില്ല? ഇല്ല, അച്ഛ പേടിക്കാണ്ടാന്ന് ദൂരെ വന്നത്. പേടിയില്ലാത്തത് ഇപ്പോടും ആ കൊടുത്തു. എന്താണ് തീവണ്ടി പോയതാ? കൂക്കലല്ലേ? തീവണ്ടി പോയതാ. രാത്രിയുടെ പേടിയാവും. അപ്പുറം പ്രേതകാരൻ പോയി പറയും. പേടിച്ച് അച്ഛന്മാരിറങ്ങിയത് അത് പ്രേതം കൂക്കുന്ന മറ്റൊരു വെറൈറ്റി. എല്ലാരും സിലിണ്ടർ പരുവത്തിലല്ലേ പണ്ട് അങ്ങനെ തന്നെ ഉള്ളത്. അപ്പൊ കൂക്കോ തെറിക്കോ ഒന്നും അറിയില്ല. പടവടയെ പൊട്ടുന്നേ ഉള്ളൂ. അതിന്റെ കുറച്ച് ചെറുത് കുഞ്ഞാ. ഇത് കളറ് അടിപൊളി. ഇത് അടിപൊളി സാധനം. അത് നഷ്ടോ? ഇതില്ല, ഇത് അടിപൊളി. ഓ വേറൊരു ബുക്ക് കിട്ടിയേ. ഓ ഇതും കളർ തന്നെ, റെഡ് കളറ്. ഗോൾഡൻ കളറ്. ഇത് മരത്തിന്റെ മുകളിൽ പോയിട്ട് പൊട്ടലാ തോന്നുന്നു. ഇത് അടിപൊളി സാധനം. അപ്പൊ നമ്മൾ ഇന്നത്തെ പൊട്ടുണ്ടല്ലോ തൽക്കാലം നിർത്തിയാലോ അമ്മേ. അപ്പൊ നാളെ വിഷുവിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഓക്കെ ബൈ. എടാ എല്ലാരും ബൈ പറഞ്ഞ ബൈ.